നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എക്സാലോജിക്കിന് എതിരായ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിക്കെതിരെയും പരാമർശം. CMRൽ മുഖ്യമന്ത്രിക്ക് പരോക്ഷ നിയന്ത്രണം ഉണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് CMRL കമ്പനിയിൽ നിക്ഷേപം ഉണ്ടെന്നും പരാമർശമുണ്ട്. എക്സാലോജിക്കുമായി നടന്നത് തൽപര കക്ഷി ഇടപാടാണ്. ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമാണെന്നും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ROC റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, മുഖ്യമന്ത്രിയുടെ പേര് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് പരാമർശങ്ങൾ വരുന്നുണ്ട്? വളരെ ഗൗരവമുള്ള റിപ്പോർട്ടിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ കണ്ടതാണ്. ഈ ROC റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിനെതിരെ ഉന്നയിച്ച കാര്യങ്ങളിൽ പ്രതിരോധം തീർത്ത് CPM നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ ആ റിപ്പോർട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇതിൽ വീണ വിജയന്റെ പേരിനൊപ്പം മുഖ്യമന്ത്രിയുടെ പേരും പരാമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എക്സാലോജിക് കമ്പനിയുടെ ഉടമസ്ഥരായിട്ടുള്ള വീണ വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ മകളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ റിപ്പോർട്ടിന്റെ അഭാഗം ആരംഭിക്കുന്നത്. CMRL KSIDCക്ക് ഓഹരിയുള്ള കമ്പനിയാണ്. KSIDCയിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നിയന്ത്രണമുണ്ട്. ഇതുമൂലം മുഖ്യമന്ത്രിക്ക് CMRL പരോക്ഷ നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് ROC റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, എക്സാലോജിക്കും CMRലുമായി നടന്നത് തൽപര കക്ഷി ഇടപാടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതായാലും അതടക്കം കമ്പനി ആക്ട് അല്ലെങ്കിൽ കമ്പനി റൂളുകൾ അക്കമിട്ട് പറയുന്ന റിപ്പോർട്ടിന്റെ വളരെ നിർണായകമായിട്ടുള്ള ഭാഗമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് AK ബാലൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും അതേപോലെ തന്നെ ദേശാഭിമാനി ലേഖത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ഈ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും ROC റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്ന രേഖകളടക്കം CMRL എക്സാലോജിക്ക് ഇടപാടുകളുടെ രേഖകളടക്കം ഹാജരാക്കിയിട്ടില്ല എന്നുള്ള കാര്യം അത് പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ വിമർശനമായി ഉയർത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം നേരിട്ട് കടന്നാക്രമിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയ ഒരു ദിവസം അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ വളരെ നിർണായകമായി ഈ റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത്. ഉന്മേഷ്. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിനെ രാഷ്ട്രീയമായി പ്രതിരോധിച്ച് CPIM. EDയുടെയും CBIയുടെയും അന്വേഷണത്തിനുള്ള നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്നാണ് നേതാക്കളുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിൽ CPIM BJPയെ സഹായിക്കുന്നതോടെ നിലവിലെ അന്വേഷണം വഴിമുട്ടും എന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. കരിമണൽ കമ്പനിയായ CMRലുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ ഇടപാടുകൾ ദുരൂഹമാണെന്നാണ് ROC റിപ്പോർട്ട്. രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. എക്സാലോജിക്ക് രേഖകൾ ഹാജരാക്കിയില്ലെന്ന ROC റിപ്പോർട്ടിലെ പരാമർശങ്ങൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ തള്ളി. ആദ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ കൃത്യമായൊരു അന്വേഷണം നടത്തട്ടെ. ഏത് അന്വേഷണമായാലും ഞങ്ങൾക്ക് ഇവിടെ യാതൊരു പ്രശ്നവുമില്ല. ROC റിപ്പോർട്ട് ആയുധമാക്കുമ്പോഴും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണത്തിന് വിശ്വാസ്യതയില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. കോടതിയുടെ മേൽനോട്ടത്തിൽ CBIയോ EDയോ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പ്രൊവിഷനിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വന്നാൽ അത് അന്വേഷിക്കേണ്ടത് CBI ആണ്. അപ്പൊ CBIയും EDയും അന്വേഷിക്കേണ്ട കേസാണ് ഇത് എന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ലാവ്ലിൻ കേസ് പോലെ എക്സാലോജിക്കിനെതിരായ അന്വേഷണവും ഫ്രീസറിലേക്കാണ് പോകുന്നതെന്ന് KPCC അധ്യക്ഷൻ K സുധാകരൻ പ്രതികരിച്ചു. അഴിമതി കണ്ടെത്തിയിട്ടും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ലെന്നാരോപിച്ച കേന്ദ്രമന്ത്രി V മുരളീധരൻ പ്രതിപക്ഷ നിലപാടിനെയും ചോദ്യം ചെയ്തു. ഇതിനേക്കാൾ വലിയ അഴിമതി ഇത്രയും വ്യക്തമായിട്ട് പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല. ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂരാണ്. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണ്. CBIയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഒക്കെ അന്വേഷണം VD സതീശൻ കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുമോ? എക്സാലോജിക്കിനെതിരായ അന്വേഷണത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് BJP കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഗുജറാത്തിലെ ബോട്ട് അപകടത്തിൽ ഇപ്പോൾ മരണം 18 എന്നുള്ള വാർത്ത വരുന്നു. 16 കുട്ടികളും 2 അധ്യാപകരുമാണ് മരിച്ചത്. 7 പേരെ രക്ഷപ്പെടുത്തി. ആരും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിശദാംശങ്ങളുമായി അച്യുതൻ ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, അതിദുഃഖകരമായിട്ടുള്ള വിവരങ്ങളാണ് ഗുജറാത്തിൽ നിന്നും ലഭിക്കുന്നത്. ഈ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു സ്വകാര്യ സ്കൂളിലെ 27 പേരടങ്ങുന്ന സംഘം
ഈ വഡോദരയിലെ ഖരണി തടാകത്തിൽ ബോട്ട് സവാരി നടത്തിയത്. ആ സവാരിക്കിടയിലാണ് ബോട്ട് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ 23 പേർ കുട്ടികളും 4 അധ്യാപകരുമാണ് ഉള്ളത്. ഇതിൽ ഇപ്പോൾ 18 പേർ മരിച്ചതായുള്ള വിവരങ്ങളാണ് വരുന്നത്. ഇതിൽ 16 ഈ കുട്ടികളും 2 അധ്യാപകരുമാണ് ഉള്ളത്. ബാക്കിയുള്ളവർക്കായുള്ള തെരച്ചിൽ ഇപ്പോൾ തുടരുന്നുണ്ട്. അഗ്നിരക്ഷാ സേനയ്ക്ക് പുറമെ NDRF സംഘത്തെയും ഈ രക്ഷാ ദൌത്യത്തിന്റെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട്. ഈ അപകടം നടക്കുമ്പോൾ ദൃക്സാക്ഷികൾ പറയുന്നത് അനുസരിച്ച് ലൈഫ് ജാക്കറ്റുകൾ ഇവർ ധരിച്ചിരുന്നില്ല. ഒപ്പം തന്നെ ഈ ബോട്ട് അത് 27 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ബോട്ടായിരുന്നില്ല, ഒരു 15 പേരെ മാത്രം ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഒരു ബോട്ടായിരുന്നുവെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വഡോദര MP പറഞ്ഞിട്ടുള്ളത് കർശന നടപടി സ്വീകരിക്കുമെന്നാണ്. ഒപ്പം തന്നെ അനുശോചനം അറിയിച്ച മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ ഏർപ്പെടുത്തുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗുജറാത്തിലെ വഡോദരയിൽ സംഭവിച്ചിരിക്കുന്നത്. ഉന്മേഷ്, മരണം 18 എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്നൊരു വാർത്ത സൂരജ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് ഓഫീസിലും ചുവരെഴുത്ത്. തൃശ്ശൂരിൽ വിലക്ക് ലംഘിച്ച് TN പ്രതാപനായി കോൺഗ്രസ് ഓഫീസിലും ചുവരെഴുത്ത് എന്നുള്ള വാർത്തയാണ് സൂരജ് നൽകുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനകം എത്താം. മഹാരാജാസിൽ ചോരക്കളി. മഹാരാജാസ് കോളേജിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുൾ റഹ്മാനെ കുത്തി പരിക്കേൽപ്പിച്ചത് പരിശീലനം ലഭിച്ച ക്രിമിനലുകൾ എന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആഷോ. SFI വിളിച്ചുവരുത്തിയ സംഘർഷമെന്നാണ് KSUവിന്റെ വിമർശനം. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 15 പേർക്കെതിരെ കേസെടുത്തതോടെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. ഇന്ന് പുലർച്ചെയാണ് മഹാരാജാസ് കോളേജിനുള്ളിൽ SFI യൂണിറ്റ് സെക്രട്ടറി നാസർ അബ്ദുറഹ്മാന് കുത്തേറ്റത്. KSU ഫ്രട്ടേണിറ്റി പ്രവർത്തകരായ പെൺകുട്ടികളടക്കം 15 പേരാണ് കേസിലെ പ്രതികൾ. ആക്രമണത്തിന് പിന്നാലെ കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചു. അധ്യാപകരടങ്ങുന്ന സമിതി വിഷയം അന്വേഷിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അച്ചടക്ക നടപടികൾ. സംഘർഷത്തിനെ കുറിച്ചുള്ള അന്വേഷണം അതൊക്കെ ഗവൺമെന്റ് നിർദ്ദേശാനുസരണം കാര്യങ്ങൾ ബാക്കി ചെയ്യുന്നു. കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് വന്ന ഉടനെ ഫസ്റ്റ് ചെയ്തത് മീറ്റിംഗ് കൂടി ഈ തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. അതെ, കോളേജ് ഹോസ്റ്റലും. കാരണം അനിശ്ചിതകാലത്തേക്ക് കോളേജ് ഹോസ്റ്റലും. കാരണം കോളേജില്ലെങ്കിൽ കോളേജ് ഹോസ്റ്റലിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. ആക്രമണത്തിന് KSU ഫ്രട്ടേണിറ്റി സഖ്യം പ്രവർത്തിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ. SFI യൂണിറ്റ് സെക്രട്ടറിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ ക്യാമ്പസിനകത്തേക്ക് കടന്നു വന്നവരാണ് ഇവർ എന്നുള്ളതാണ് അക്രമത്തിന്റെ സ്വഭാവം വ്യക്തമാക്കുന്നത്. കഴുത്തിന് നേരെ കടാര വീശുന്ന സാഹചര്യം ഉണ്ടായി. ആ ഘട്ടത്തിൽ പിടിക്കാൻ വേണ്ടി, കൈകൊണ്ട് തടയാൻ വേണ്ടി കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴുത്തിന് ഈ പറഞ്ഞ പോലെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതിരുന്നത്. ഫ്രട്ടേണിറ്റിയെ കൂട്ടുപിടിച്ച് SFI ആക്രമിക്കേണ്ട സാഹചര്യം KSUവിനില്ലെന്നും വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നേരിടാനുള്ള കരുത്തുണ്ടെന്നും അലോഷ്യസ് സേവ്യർ. ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ വാലിൽ KSUവിനെ ഇവിടെ കൂട്ടിക്കെട്ടേണ്ടുന്ന സാഹചര്യമില്ല. ഇവിടെ മഹാരാജാസിൽ ഉണ്ടായ ആക്രമണത്തിൽ ആരാണ് പ്രതികൾ, അല്ലെങ്കിൽ ആരാണ് അതിൽ കുറ്റം ചെയ്തത്, ആരാണ് ആക്രമണത്തിന് നേതൃത്വം കൊടുത്തതെന്ന് പോലീസ് അന്വേഷിക്കട്ടെ. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു രീതിയിലേക്ക് ഫ്രട്ടേണിറ്റി ആയിട്ടോ മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമായിട്ട് സംഘം ചേർന്നുകൊണ്ട് SFIനെ തിരിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ആക്രമണത്തിൽ പ്രതികളായ ബിലാൽ, അമൽ എന്നിവരെ ആശുപത്രിയിലും ആംബുലൻസിലും കയറി SFI പ്രവർത്തകർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. 24 കൊച്ചി. എറണാകുളം മഹാരാജാസ് കോളേജിലെ അതിക്രമം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് എന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി അറിയിച്ചു. ക്ലാസുകൾ ഓൺലൈനായി ക്രമീകരിക്കും. തിങ്കളാഴ്ച രക്ഷാകർതൃ സമിതി യോഗവും ബുധനാഴ്ച വിദ്യാർത്ഥി സർവകക്ഷി യോഗവും ചേർന്ന ശേഷം എത്രയും പെട്ടെന്ന് കോളേജ് തുറന്നു പ്രവർത്തിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. വിലക്ക് ലംഘിച്ച് TN പ്രതാപൻ MPക്കായി തൃശൂരിൽ വീണ്ടും ചുവരെഴുത്ത് എന്ന വാർത്ത വരുന്നു. കോൺഗ്രസ് ഓഫീസിലാണ് ചുവരെഴുത്ത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതാൻ പാടില്ല എന്ന വിലക്ക് ലംഘിച്ചാണ് വീണ്ടും ചുവരെഴുത്ത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, വാർത്താമഴയിലേക്ക് സ്വാഗതം. ഇന്ന് TN പ്രതാപൻ പറഞ്ഞതേ ഉള്ളൂ മറ്റ് നേരത്തെ പ്രത്യക്ഷപ്പെട്ട ഒരു ചുവരെഴുത്തിനെ കുറിച്ച്. ഇതിപ്പോൾ എവിടെയാണ് സൂരജ് പുതിയ ചുവരെഴുത്ത്? ഉന്മേഷ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഒളരിയിലെ കോൺഗ്രസ് ഓഫീസിലാണ്. അതിന് സമീപം, അതായത് കോൺഗ്രസ് ഓഫീസ് ആ കാണുന്നതാണ്, ദൃശ്യങ്ങളിൽ കാണുന്നതാണ്. ആ കോൺഗ്രസ് ഓഫീസിന് മുന്നിലാണ് ഇത്തവണ ഈ ചുവരെഴുതിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ചുവരെഴുതരുത് എന്ന കാര്യം. ഈ പ്രതിപക്ഷ നേതാവ് അടക്കം കർശന നിർദ്ദേശം നൽകിയതാണ്. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് എളവള്ളിയിൽ ചുവരെഴുതിയിരുന്നു. ആ സമയത്ത് TN പ്രതാപൻ ഇടപെട്ടുകൊണ്ട് അത് മാറ്റണം എന്നൊരു നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകിയിരുന്നു. പക്ഷേ തുടരെ ചുവരെഴുതുന്ന കാഴ്ചയാണ് തൃശ്ശൂരിൽ നമുക്ക് കാണാനാകുന്നത്. കാരണം
നേതൃത്വം കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ചുവരെഴുതരുത് എന്നൊരു നിർദ്ദേശം ഈ നേതൃത്വം മുന്നോട്ട് വെക്കുമ്പോഴാണ് ഈ ചുവരെഴുത്തുകൾ തുടരുന്നത്. പക്ഷേ അതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത്തവണ, അതായത് 3ാം തവണ ചുവരെഴുതിയിരിക്കുന്നത് ഈ കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിലാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രതാപൻ തുടരും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കൈപ്പത്തി ചിഹ്നവും ഈ ചുവരെഴുത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതും ഏറ്റവും മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് KPCC സെക്രട്ടറി ആയിട്ടുള്ള P പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഈ ചുവരെഴുത്ത് നടന്നത് എന്നുള്ളതാണ് കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം ഇപ്പോൾ ആരോപിക്കുന്നത്. അത്തരത്തിൽ ഒരു KPCCയുടെ ഭാരവാഹി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് TN പ്രതാപന് വേണ്ടി ചുവരെഴുതുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ കാണാൻ കഴിയുന്നത്. രാവിലെയും ഈ ചുവരെഴുത്ത് വന്ന സമയത്ത് നമ്മൾ പറഞ്ഞതാണ്, കൃത്യമായ നേതൃത്വത്തിന്റെ ഇടപെടൽ അത് ഇതിന് പിന്നിലുണ്ട്. നേതൃത്വത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ തുടരെ TN പ്രതാപന് വേണ്ടിയുള്ള ചുവരെഴുത്തുകൾ എന്ന് പറഞ്ഞതാണ്. അത് തെളിവാക്കുന്ന അല്ലെങ്കിൽ അത് ശരിവെക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് കോൺഗ്രസ് ഓഫീസാണ് ഒളരിയിലെ. ആ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ വെള്ളയടിച്ച ചുമര്, ആ ചുമരിലാണ് ഇപ്പോൾ TN പ്രതാപന് വേണ്ടി ഇപ്പോൾ ഈ ചുവരെഴുത്തുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ അല്പം സമയം മുമ്പ്, അതായത് കേവലം മണിക്കൂറുകൾക്ക് മുമ്പാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ, അതായത് KPCC ഭാരവാഹിയുടെ എല്ലാം നേതൃത്വത്തിൽ ഇവിടെ എത്തി കോൺഗ്രസ് പ്രവർത്തകർ ഈ ചുവരെഴുതിയത്. അവർ ഇവിടെ നിന്ന് മടങ്ങിയിട്ട് മണിക്കൂറുകൾ പോലും ആയിട്ടില്ല. അത്തരത്തിൽ നേതാക്കൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇപ്പോൾ ഈ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ പോലും TN പ്രതാപന് വേണ്ടി ചുവരെഴുതിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ചുവരെഴുതുന്ന നടപടി ശരിയല്ല എന്ന് പറഞ്ഞതാണ്. TN പ്രതാപൻ ഇന്നുകൂടി പ്രവർത്തകരോട് ഇത്തരത്തിൽ ചുവരെഴുതരുത് എന്ന് അഭ്യർത്ഥിച്ചതാണ്. പക്ഷേ ഒന്നും മുഖവിലക്കെടുക്കുന്നില്ല. പ്രവർത്തകർ വീണ്ടും ചുവരെഴുതുന്നു. അത് പ്രവർത്തകർ സ്വമേധയാ ചെയ്യുന്നതല്ല, കൃത്യമായ നേതൃത്വത്തിന്റെ അറിവോടുകൂടി തൃശ്ശൂരിൽ പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് തുടരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉന്മേഷ്, സൂരജ്, ഇപ്പോൾ ഇന്ന് തന്നെ TN പ്രതാപൻ പറഞ്ഞതേ ഉള്ളൂ താൻ തന്നെ ഇടപെട്ട് ആ ചുവരെഴുത്ത് മാറ്റാനുള്ള നിർദ്ദേശം കൊടുത്തു എന്ന്. അദ്ദേഹം പുറത്തങ്ങനെയാണ് ആ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഇതിപ്പോൾ ഈ കോൺഗ്രസ് ഓഫീസിന് നേരെ മുന്നിൽ പ്രവർത്തകർ തന്നെ എന്ന് പറയുമ്പോൾ അതിന് പരോക്ഷമായൊരു പിന്തുണ, മൗനാനുവാദം അതൊക്കെ അതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ സൂരജ്? ഈ KPCC സെക്രട്ടറി തന്നെയാണ് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ചുവരെഴുത്ത് നടത്തിയത് എന്നുള്ളത് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. അവരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, KPCC സെക്രട്ടറി ആയിട്ടുള്ള തൃശ്ശൂരിൽ നിന്നുള്ള പ്രസാദ്, അദ്ദേഹം നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ ചുവരെഴുതിയത് എന്ന് പറയുന്നുണ്ട്. ഇന്നും TN പ്രതാപനുമായി നമ്മൾ സംസാരിച്ച സമയത്ത് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, പ്രധാനമായും ഈ ചുവരെഴുത്ത് തടയുന്നതിനുള്ള നടപടികളിലേക്ക് പോകുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പ്രവർത്തകരോട് ഈ ചുവരെഴുത്ത് മാറ്റണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചുവരെഴുതിയവർക്കെതിരെ നടപടി ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു. അന്നേരം അദ്ദേഹം പറഞ്ഞത് പ്രവർത്തകർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. അതായത് അതിൽ തന്നെയുണ്ട് ഒരു മൗനാനുവാദം ചുവരെഴുതുന്നതിന് നൽകുന്നു എന്നുള്ള സൂചനകൾ ആ നിമിഷം തന്നെ ഉണ്ടായിരുന്നു. ഇന്നും ഇത്തരത്തിൽ TN പ്രതാപന് വേണ്ടി ഉണ്ടായ ചുവരെഴുത്തിൽ, ആ ചുവരെഴുത്തിന് പിന്നിലും കൃത്യമായ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട്. ഒരു KPCCയുടെ ഉപഭാരവാഹിയുടെ നേതൃത്വത്തിലാണ് ഈ ചുവരെഴുത്തുകൾ കാണുന്നത്. ഈ പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നുള്ളതാണ്. ഇത് ഈ എല്ലാ ചുവരെഴുത്തുകളിലും ഇത്തരത്തിലുള്ള ടൈറ്റിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ആദ്യ ദിവസം പ്രത്യക്ഷപ്പെട്ട ചുവരെഴുത്ത് തുടങ്ങി ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3ാമത് വന്നിരിക്കുന്ന ചുവരെഴുത്ത് വരെ നീളുന്നതും എല്ലാം ഒരേ ടൈറ്റിലാണ്, പ്രതാപൻ തുടരും പ്രതാപത്തോടെ. അതോടൊപ്പം തന്നെ ഈ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. അത് ഈ ആദ്യ 2 തവണ ഉണ്ടായതും പ്രവർത്തകർ ആവേശത്തോടു കൂടി എഴുതി. ഇന്നും പ്രതാപൻ പറഞ്ഞത്, TN പ്രതാപനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടു കൂടി എഴുതിയ ചുമരെഴുത്ത് മാത്രമാണ് അതെന്നുള്ളതായിരുന്നു TN പ്രതാപൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വാദം നിലനിൽക്കുന്നതല്ല. ഇന്ന് വൈകുന്നേരത്തേക്ക് എത്തുമ്പോഴേക്കും കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ തന്നെ ഇത്തരത്തിൽ വെള്ളയടിച്ച മതിലിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു ചുവരെഴുത്ത് വരുന്നു. അത് ഒരിക്കലും ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഒരു പ്രവർത്തകരും ആവേശത്തോടു കൂടി എഴുതിയതാണെന്ന് കാണാൻ കഴിയില്ല. കൃത്യമായ നേതൃത്വത്തിന്റെ ഇടപെടലുണ്ട്. അതിൽ KPCC സെക്രട്ടറിയുടെ ഇടപെടലുണ്ട്. അങ്ങനെ നേതാക്കൾ ഇടപെട്ടുകൊണ്ട് കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ തന്നെ TN പ്രതാപന് വേണ്ടി ചുവരെഴുത്തുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഉന്മേഷ്, ശരി. സൂരജ് സജ്ജിയാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. TN പ്രതാപൻ MPക്കായി വീണ്ടും ചുവരെഴുത്ത് തൃശ്ശൂരിൽ. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രത്തിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ അധ്യാപികയ്ക്ക് സസ്പെൻഷൻ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഡയറ്റിലെ അധ്യാപിക മിലീന ജെയിംസിനെ സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത്. വിദ്യാർത്ഥിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അധ്യാപികയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ, ശ്രീജിത്ത്, വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രവർത്തകർ ഏതാണ്ട് ഒരു 8 മണി വരെ അവിടെ സമരത്തിൽ തന്നെയായിരുന്നു. അവരവിടെ കുത്തിയിരിക്കുകയായിരുന്നു. ഈ ഒരു ഓർഡർ ഇറങ്ങാതെ അവർ പിന്മാറില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിച്ചിരുന്നു. എക്സപ്പേർട്ട് ജില്ലാ സെക്രട്ടറി KS എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു ആ ഒരു സമരം നടന്നത്. എന്തായാലും ആ സമരത്തിനൊടുവിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഒരു ഉത്തരവിറക്കിയിരിക്കുന്നത്. പ്രിൻസിപ്പാളിന്റെ റിപ്പോർട്ട് അവിടേക്ക് പോയിരുന്നു. പോലീസ് കേസുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് അവിടേക്ക് പോയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു തര നടപടികൾ പൂർത്തിയാക്കിയാണ് ഇത്തരത്തിലൊരു നടപടി ഈ മിലീന ജെയിംസിനെതിരെ എടുത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും അധ്യാപികയ്ക്ക് ഈ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമാണ്
ഈ ഒരു ഓർഡറിലുള്ളത്. വിദ്യാർത്ഥികളോട് അപമര്യാദയായി പെരുമാറി, കോളേജിന്റെ അന്തസ്സിന് ചേരാത്ത രീതിയിൽ പ്രവർത്തനം നടത്തിയെന്നൊക്കെ ഒരു ഓർഡറിന്റെ പകർപ്പിൽ ആ പകർപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥിയുടെ 2ാം വർഷ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അധ്യാപികയ്ക്ക് സസ്പെൻഷൻ ആയിരിക്കുന്നു, അധ്യാപികയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ശരി, ശ്രീജിത് ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. കാൺപൂർ IITയിൽ വീണ്ടും വിദ്യാർത്ഥി ആത്മഹത്യ. 1ാം വർഷ PhD വിദ്യാർത്ഥി പ്രിയങ്ക ജയ്സ്വാളാണ് ജീവനൊടുക്കിയത്. ഒരു മാസത്തിനിടെ കാൺപൂർ IITയിൽ നടക്കുന്ന 3ാമത്തെ ആത്മഹത്യയാണ് ഇത്. ജാർഖണ്ഡ് ധുംക സ്വദേശിയാണ് പ്രിയങ്ക. ഹോസ്റ്റലിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 10 ദിവസം മുൻപാണ് പ്രിയങ്ക കാൺപൂർ IITയിൽ PhD പ്രവേശനം നേടിയത്. ഫോണിൽ ലഭിക്കാത്തതിനെ തുടർന്ന് പിതാവ് ഹോസ്റ്റൽ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കല്യാൺപൂർ പോലീസ് അന്വേഷണം തുടങ്ങി. MTക്കെതിരായ പരാമർശത്തിൽ തനിക്കെതിരെ ആദ്യം രംഗത്ത് വന്നത് സജി ചെറിയാനെന്ന് തുറന്നടിച്ച് മുൻ മന്ത്രി ജി സുധാകരൻ. പാർട്ടി മുഖപത്രമായ ദേശാഭിമാനി തന്നെ അവഗണിക്കുകയാണ്, വ്യക്തിപൂജയെ പിന്തുണയ്ക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ജി സുധാകരൻ മുൻ മന്ത്രി കെ ശൈലജയെ പരോക്ഷമായി വിമർശിച്ചു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനുമായുള്ള അഭിമുഖത്തിലാണ് തുറന്നു പറച്ചിലുകൾ. ആലപ്പുഴ CPIMലെ വിഭാഗീയതയുടെ കൂടി പശ്ചാത്തലത്തിലാണ് സജി ചെറിയാനോടുള്ള അഭിപ്രായ വ്യത്യാസം ജി സുധാകരൻ പരസ്യമാക്കുന്നത്. MT വാസുദേവൻ നായരുടെ രാഷ്ട്രീയ വിമർശനത്തോടുള്ള തന്റെ പ്രതികരണത്തെ ആദ്യം ചോദ്യം ചെയ്തതാണ് പ്രകോപനം. MD വാസുദേവൻ നായർ പഠിപ്പിക്കാൻ വരണ്ട ജി സുധാകരൻ. എന്നാലും ഞാൻ ടെലിവിഷൻ കണ്ട, ഞാൻ അങ്ങനെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഒന്നും പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല, ഞാൻ പറയത്തുമില്ല. കാരണം ഒരു സാധാരണ മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ പഠിക്കും. ജനങ്ങളിൽ നിന്ന് പഠിക്കുകയും ജനങ്ങളെ പഠിപ്പിക്കുകയും, അതാണ് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നത്. ആലപ്പുഴയിൽ ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾക്കൊപ്പമാണ് താൻ. സജി ചെറിയാനെ പറ്റി തന്നോട് ചോദിക്കാൻ മാത്രം പ്രാധാന്യം എന്തെന്നും ജി സുധാകരൻ. സജി ചെറിയാനുമായിട്ട് പഴയ ആ ഒരു സജി ചെറിയാൻ ആരാ? സജി ചെറിയാന്റെ കാര്യം ചോദിക്കപ്പെടുത്ത ആളാരാ? ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിക്കാൻ ചോദിക്കത്തക്ക പ്രാധാന്യം എന്തായാലും എന്നോട് ചോദിക്കത്തക്ക പോലെ അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുക. അല്ല, താങ്കളുടെ പിന്തുണയിലാണല്ലോ അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയി ആ രംഗത്തിരുന്നപ്പോൾ ഞാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ. MT വാസുദേവൻ നായരെ കുറിച്ച് താൻ പറഞ്ഞത് ദേശാഭിമാനി പ്രസിദ്ധീകരിക്കാത്തതിലുള്ള അതൃപ്തിയും ജി സുധാകരൻ മറച്ചുവെച്ചില്ല. ഞാൻ എന്താ പറഞ്ഞെന്ന് കൊടുക്കാൻ ഉത്തരവാദിത്തമുള്ള പത്രം ദേശാഭിമാനിയല്ലേ? ഒരു വരി കൊടുത്തോ? ഞാൻ എന്താണോ പറഞ്ഞത് അത് കൊടുത്തില്ലല്ലോ. മുഖ്യമന്ത്രിയോട് മുൻപുണ്ടായിരുന്ന അടുപ്പം ഇപ്പോഴില്ല. EMSനോടും AKGയോടും ആരാധന ഉണ്ടായിരുന്നെങ്കിലും വ്യക്തിപൂജ ഇല്ലായിരുന്നെന്നും ജി സുധാകരന്റെ വിശദീകരണം. ആത്മകഥ എഴുതിയ കെ ശൈലജയ്ക്കുള്ള പരോക്ഷ വിമർശനം ഇങ്ങനെ: ഒരു ദിവസം പോലും ജയിലിൽ പോയി ലാത്ത് കൊണ്ട് ഒരു തല്ല് വാങ്ങിക്കാത്തവരൊക്കെ ഞാൻ കഥ എഴുതുക. കേരളത്തിൽ എന്ത് കഥ എഴുതുന്നേ? മന്ത്രിയായതാണോ കഥ? സഖാവി പറഞ്ഞത് മൈ ലൈഫ് ആസ് എ കോമ്രേഡ് എന്ന കെ ശൈലജ ടീച്ചർ ആണോ? അതിനെപ്പറ്റി ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആണോ നിങ്ങൾ? പിന്നെ അല്ലെങ്കിൽ ആശയക്കുഴപ്പം വീണ്ടും വരും. ആശയക്കുഴപ്പം എന്തിനാണെന്നാ ചോദിച്ചത്? ഞാൻ പൊതുവെ പറയുകയാണ്. മുസ്ലിം ലീഗ് LDFലേക്ക് വരേണ്ട രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ലെന്നും ജി സുധാകരൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് 24. കെ ശൈലജയ്ക്കെതിരായ വിമർശനം തുടർന്ന് മുൻമന്ത്രി ജി സുധാകരൻ. ആരാണ് ടീച്ചറമ്മയെന്നും അങ്ങനെയൊരു അമ്മയില്ലെന്നും ജി സുധാകരൻ. ആരായാലും സ്ഥാനങ്ങൾ ലഭിച്ചാൽ പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്നും ജി സുധാകരൻ പറഞ്ഞു. 24ന്റെ ഫയറിംഗ് ലൈൻ ചോദ്യോത്തര പങ്ക്തിയിലും കെ ശൈലജയ്ക്കെതിരെ ജി സുധാകരൻ പരോക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പിന്നെ പുതുച്ചേരി പറഞ്ഞു ടീച്ചറമ്മയും മന്ത്രി ആരും ടീച്ചറമ്മ ടീച്ചറമ്മ ഒരമ്മയ്ക്ക് വന്ന ആരും പേരുണ്ട്. അപ്പൊ അവരവരുടെ പേര് പറഞ്ഞാണ്. അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് പറയുന്നത്. ആയിക്കോട്ടെ, ഒരു പ്രത്യേക ആള് മന്ത്രിയായില്ല എന്ന് നമ്മൾ വേദനിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടൊന്നും വേദനിക്കേണ്ട കാര്യമില്ല. മന്ത്രിയാവേണ്ട ആരെല്ലാം മന്ത്രിമാരായാലും എത്ര പേര് മന്ത്രിമാരായാലും കഴിവുള്ളവർ. നാളെ ആകുമായിരിക്കും, പ്രായം വളരെ വാർത്തകളൊന്നും ആയാലും ആകുമായിരിക്കും. ഭരണഘടനയെക്കുറിച്ച് താൻ പറഞ്ഞത് ശരിയാണ് എന്ന് ആവർത്തിച്ച് മന്ത്രി സജി ചെറിയാൻ. ആ പരാമർശങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ചുനാൾ കഴിയുമ്പോൾ താൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവരും തിരിച്ചറിയുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഞാനിന്ന് രാവിലെ പത്രം എടുത്തപ്പോൾ ആ പത്രത്തിൻ്റെ കുഞ്ചുകുറിപ്പ് എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് കേട്ട് ഒരുപാട് മടുത്തതാണ്. കേരളത്തിൽ ഭരണഘടനയെക്കുറിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എഴുതണമെന്ന് പറഞ്ഞു. ഉടനെ അതിനടിയിൽ എഴുതിയിരിക്കുകയാണ് സജി ചെറിയാനോട് ചോദിച്ചേക്കണം. ഞാൻ ഭരണഘടനയെ പറ്റി പറഞ്ഞത് ശരിയായി, അതൊരു മാറ്റവും ഇല്ല, അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതൊക്കെ ഇല്ലേ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അറിഞ്ഞോളൂ. ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ആളുകളെ ആക്ഷേപിക്കുന്നത്?
അയോധ്യയിലെ പ്രതിഷ്ഠാ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ള മമതാ ബാനർജിയുടെ റാലി തടയാതെ കൽക്കട്ട ഹൈക്കോടതി. റാലി തടയണം എന്നാവശ്യപ്പെട്ടുള്ള സുവേന്ദു അധികാരിയുടെ ഹർജി തള്ളി. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായ സുപ്രധാന പൂജകൾക്ക് ഇന്ന് തുടക്കമായി. രാംലല്ല ഗർഭഗൃഹത്തിൽ എത്തിച്ചതിന് പിന്നാലെയാണ് പൂജകൾ ആരംഭിച്ചത്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്ന ദിവസം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു. മമതാ ബാനർജി പ്രഖ്യാപിച്ച സംപ്രീതി സർവ മത ഐക്യറാലിക്ക് എതിരായ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഹർജിയിലെ ആവശ്യങ്ങൾ പ്രസക്തമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. സുവേന്ദു അധികാരി സമർപ്പിച്ച ഹർജി നിലനിൽക്കുന്നതല്ലെന്ന് കോടതി നിരീക്ഷിച്ചു. രാമക്ഷേത്രത്തിന് എതിരല്ലെന്ന് തമിഴ്നാട് മന്ത്രി ഉദയനിധി സ്റ്റാലിനും ഇന്ന് വ്യക്തമാക്കി. എന്നാൽ പള്ളി പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചതിനെയാണ് എതിർക്കുന്നതെന്നും ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞു. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള പ്രധാന ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായി. ഗണേശ പൂജയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിന്റെ വാസ്തുപൂജ നൂറുകണക്കിന് സന്യാസിമാരുടെ കാർമ്മികത്വത്തിൽ നടന്നു. അംബിക, വരുണ, മാതൃക പൂജകളും ക്ഷേത്രത്തിൽ പൂർത്തിയായി. രാംലല്ല എത്തിച്ച സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷ CRPF കൂടുതൽ ശക്തമാക്കി. അയോധ്യയിലേക്കുള്ള തീർത്ഥാടക പ്രവാഹം ഇന്നും തുടരുകയാണ്. ക്ഷേത്ര ഉദ്ഘാടനത്തിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഉത്തർപ്രദേശിൽ നേതാക്കളുടെ കൂട്ടക്കൊഴിച്ചിൽ ഭീതിയിലാണ് കോൺഗ്രസ്. സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കളെ കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വം ആശയവിനിമയം ആരംഭിച്ചതായാണ് വിവരം. നിയന്ത്രണങ്ങൾ ശക്തമാണെങ്കിലും അയോധ്യയിലേക്ക് വലിയ രീതിയിലുള്ള ജനപ്രവാഹമാണ് ഇപ്പോഴുണ്ടാകുന്നത്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ നാളെ ചേരുന്ന ക്ഷേത്ര ട്രസ്റ്റിന്റെ യോഗം വിലയിരുത്തും. ക്യാമറമാൻ യോഗേഷ് സിംഗിനൊപ്പം അയോധ്യയിൽ നിന്നും R. രാധാകൃഷ്ണൻ, 24. കേന്ദ്ര സർക്കാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങൾക്ക്. അതേസമയം സംസ്ഥാന സർക്കാരും അവധി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ നടപടി ശ്ലാഘനീയം എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത്. ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യമിട്ട് RSS നടത്തുന്ന പ്രവർത്തനങ്ങളെ തിരിച്ചറിയണം എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആടുകളുടെ വേഷം ധരിച്ച ചെന്നായ്ക്കളിൽ നിന്ന് കേരളത്തെ അകറ്റി നിർത്താൻ സർക്കാരിനായെന്നും പിണറായി വിജയൻ പറഞ്ഞു. പത്തനംതിട്ട കൂമ്പനാട് നടന്ന ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രിയുടെ പരാമർശം. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നാണ് യേശു പഠിപ്പിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നമ്മുടെ അയൽക്കാർ മതത്തിൻ്റെ, ജാതിയുടെ, ഭാഷയുടെ ഒക്കെ പേരിൽ ആക്രമിക്കപ്പെടുന്നു. ബൈബിൾ വചനം ഉദ്ധരിച്ച് മതനിരപേക്ഷതയുടെ പ്രസക്തി പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ RSS വിമർശനം. രാജ്യത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ച് ക്രിസ്ത്യൻ സമുദായത്തെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യൻ വോട്ടുകൾ സമാഹരിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക എന്ന കുതന്ത്രമാണ് പയറ്റപ്പെടുന്നത്. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളിൽ നിന്ന് കേരളത്തെ അകറ്റി നിർത്തി. കേരളത്തിലെ ചിലയിടങ്ങളിൽ ന്യൂനപക്ഷങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യം തടയുന്ന നിലപാടുകൾ ഉണ്ടായെന്നും മുഖ്യമന്ത്രി. ഏറ്റവും വലിയ വർഗീയ പ്രസ്ഥാനം ക്രിസ്ത്യൻ മതവിശ്വാസികളോട് ചെയ്യുന്ന കുടിലതകളുടെ ചരിത്രം ഇപ്പോൾ മണിപ്പൂർ വരെ എത്തി നിൽക്കുകയാണ്. ഹൈന്ദവ ദേശീയതയുടെ മറ്റൊരു പതിപ്പാണ് മണിപ്പൂരിൽ കണ്ടത്. നൂറുകണക്കിന് പള്ളികളാണ് നശിപ്പിക്കപ്പെട്ടത്. മണിപ്പൂർ കലാപം ഓർമ്മിപ്പിച്ച് സംഘപരിവാറിനെ അകറ്റി നിർത്താൻ ക്രിസ്തീയ വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് കൂടി പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. 24 പത്തനംതിട്ട. കേന്ദ്രത്തിനെതിരെ യോജിച്ചുള്ള സമരത്തിനില്ല എന്നുള്ള UDFന്റെ ഔദ്യോഗികമായ തീരുമാനം ഇപ്പോൾ വരുന്നുണ്ട്. അടിയന്തരമായി ചേർന്ന ഓൺലൈൻ യോഗത്തിലാണ് ഇപ്പോൾ ഈ തീരുമാനമുണ്ടായിരിക്കുന്നത്. UDF ഒറ്റയ്ക്ക് കേന്ദ്രത്തിനെതിരെ സമരരംഗത്തുണ്ട് എന്നാണ് ഇപ്പോൾ അവരുടെ യോഗത്തിന്റെ തീരുമാനം. അതുകൊണ്ട് ആ കാര്യത്തിൽ യോജിച്ച സമരം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. സലീം മാലിക് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, ഇതെപ്പോൾ ഈ തീരുമാനം അറിയിക്കും മുഖ്യമന്ത്രിയെ? സലീം. ഉന്മേഷ്, മുഖ്യമന്ത്രിയെ രേഖാമൂലം നാളെ തന്നെ UDF ഈ തീരുമാനം അറിയിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ UDF യോഗത്തിലെ തീരുമാനം. ഈ കാര്യം മാത്രം ചർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു അടിയന്തര സ്വഭാവത്തിൽ UDF ഒരു യോഗം ഓൺലൈനായി ചേർന്നത്. ഇന്ന് വൈകുന്നേരം 8:30 ഈ യോഗം ചേരുകയായിരുന്നു. അതിനുശേഷം 1 മണിക്കൂറിലധികം നീണ്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. UDF മുന്നണിയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പങ്കെടുത്തു. എല്ലാവരും ഒരേ സ്വരത്തിൽ LDFുമായി സഹകരിച്ചുള്ള ഒരു സമരം വേണ്ട എന്നുള്ള നിലപാടെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല സംസ്ഥാനത്തിനെതിരെ
കേന്ദ്രം ഈ സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള പ്രത്യേക നയം സ്വീകരിക്കുന്നു എന്ന LDFന്റെ വാദം ശരിയല്ല. കാരണം കേന്ദ്രം സഹായിക്കുന്നില്ല എന്നത് വസ്തുത തന്നെ. പക്ഷേ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേരളത്തിന്റെ LDF സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയുമാണ് എന്നുള്ളതായിരുന്നു യോഗത്തിന്റെ പ്രധാനപ്പെട്ട വിലയിരുത്തൽ. മാത്രമല്ല സമരരംഗത്ത് UDF കേന്ദ്രത്തിനെതിരെ ഉണ്ട് എന്നുള്ളത് അത് LDFനോട് ചേർന്ന് വേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ UDF സമരരംഗത്താണ്. കേന്ദ്രത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ഈ സമരം തുടങ്ങിവെച്ചത് കോൺഗ്രസും ഒപ്പം തന്നെ UDFുമാണ്. UDFന്റെ MPമാരാണ് പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത്. ദേശീയ തലത്തിൽ ഉൾപ്പെടെ BJPക്കെതിരെ സമരരംഗത്ത് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ഒപ്പം UDF ആണ് കേരളത്തിൽ അതിന് ചുക്കാൻ പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ LDFുമായി ഒരു യോജിച്ചുള്ള സമരം കൊണ്ട് കേന്ദ്രത്തിനെതിരെ തങ്ങൾ എന്ന വിലയിരുത്തൽ വേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഈ യോഗത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശം. മാത്രമല്ല നിലവിൽ പല സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതിനിടയിൽ ഒന്നിച്ച് LDFുമായി ഒരു സമരം ചെയ്യുക അല്ലെങ്കിൽ CPMുമായി സമരം ചെയ്യുക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. അത് അണികളിലും മോശം അഭിപ്രായം മാത്രമാകും ഉണ്ടാക്കുക എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി UDFന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരു ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് പോലും ഒന്ന് പങ്കെടുക്കാം എന്നുള്ളൊരു അഭിപ്രായം ഉയർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഇതിൽ ഭിന്ന അഭിപ്രായമുണ്ട്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനുള്ള ക്ഷണം നിരസിക്കുന്നത് അത് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ പാർട്ടിയിൽ ചിലർ അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷേ UDF യോഗത്തിൽ അത്തരത്തിലൊരു അഭിപ്രായവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ തീരുമാനമെടുക്കുന്നത് വൈകുന്നതും അത്ര നന്നാവില്ല എന്നൊരു വിലയിരുത്തലിന്റെ ഭാഗമായാണ് വളരെ വേഗത്തിൽ തന്നെ UDF ഓൺലൈനായി യോഗം ചേർന്ന് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഉന്മേഷ്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാരുമായി ചേർന്ന് LDFുമായി ചേർന്ന ഒരു സമരത്തിന് UDF ഇല്ല എന്നുള്ള തീരുമാനം ഔദ്യോഗികമായി എടുത്തിരിക്കുന്നു. ഇപ്പോൾ നിയമസഭാ സമ്മേളനത്തിന്റെ നയപ്രഖ്യാപനത്തിന് ഗവർണറെ ക്ഷണിച്ച് സ്പീക്കർ AN ഷംസീർ രാജ്ഭവനിലെത്തിയാണ് സ്പീക്കർ ഗവർണറെ ക്ഷണിച്ചത്. ഗവർണർ വായിക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നയപ്രഖ്യാപനത്തിലെ കേന്ദ്ര സർക്കാർ വിരുദ്ധ പരാമർശങ്ങൾ ഗവർണർ വായിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. നിയമസഭയിൽ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുന്നതിന് ഗവർണറെ ക്ഷണിക്കാൻ സ്പീക്കർ AN ഷംസീർ രാജ്ഭവനിലെത്തിയത് വൈകിട്ട് 6-ന്. ഗവർണർ സ്പീക്കർ കൂടിക്കാഴ്ച 20 മിനിറ്റ് നീണ്ടു. സർക്കാരിനോടുള്ള വിമുഖത പ്രകടമാക്കുന്നതായിരുന്നു ഗവർണറുടെ ശരീരഭാഷ. ഈ മാസം 25-ന് നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ നയപ്രഖ്യാപനം നടത്തുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. നയപ്രഖ്യാപനത്തിന്റെ കരട് തയ്യാറാക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. കരടിന് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കരട് ഉടൻ തന്നെ ഗവർണർക്ക് കൈമാറും. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ നയപ്രഖ്യാപനത്തിലുണ്ടാകും. ഇത് ഗവർണർ വായിക്കുമോ എന്നതിൽ അവ്യക്തത നിലനിൽക്കുകയാണ്. മുൻകാലങ്ങളിൽ പ്രസംഗത്തിൽ നിന്ന് ചില ഭാഗങ്ങൾ ഗവർണർമാർ ഒഴിവാക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 2-നാണ് ബജറ്റ് അവതരിപ്പിക്കുക. നവകേരള സദസ്സിന് ബസ് വാങ്ങിയതിനും ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ബസ് വാങ്ങി സൗകര്യങ്ങൾ ക്രമീകരിച്ച ഗതാഗത സെക്രട്ടറിയുടെ നടപടിക്കാണ് സാധൂകരണം നൽകിയത്. 1.05 കോടി രൂപ ചെലവഴിച്ചാണ് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും സഞ്ചരിക്കാൻ ബസ് വാങ്ങിയത്. 24 തിരുവനന്തപുരം. കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിനെ പ്രൊഫസർ TJ ജോസഫ് തിരിച്ചറിഞ്ഞു. എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. താൻ ഇര മാത്രമാണെന്നും ശിക്ഷ തീരുമാനിക്കേണ്ടത് കോടതിയാണെന്നും പ്രൊഫസർ TJ ജോസഫ് പ്രതികരിച്ചു. 13 വർഷത്തിന് ശേഷവും തന്റെ കൈവെട്ടിമാറ്റിയ സവാദിന്റെ മുഖം പ്രൊഫസർ TJ ജോസഫ് മറന്നിട്ടില്ല. എറണാകുളം സബ് ജയിലിൽ നടന്ന തിരിച്ചറിയൽ പരേഡിലാണ് കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദിനെ തിരിച്ചറിഞ്ഞത്. പ്രൊഫസർ TJ ജോസഫ്, മകൻ മിഥുൻ T ജോസഫ്, സഹോദരി സിസ്റ്റർ സ്റ്റെല്ല എന്നിവരാണ് തിരിച്ചറിയൽ പരേഡിനെത്തിയത്. എറണാകുളം സബ് ജയിലിലായിരുന്നു തിരിച്ചറിയൽ പരേഡ്. CJM കോടതി ചുമതലപ്പെടുത്തിയ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. പൗരനെന്ന നിലയിലുള്ള കർത്തവ്യം നിർവഹിച്ചുവെന്നും നിയമവ്യവസ്ഥയനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നും TJ ജോസഫ്. ഞാൻ എൻ്റെ ഒരു ഡ്യൂട്ടി ഒരു പൗരൻ എന്ന നിലയിൽ, ഒരു സാക്ഷി എന്ന നിലയിൽ ചെയ്തുവെന്നേ ഉള്ളൂ. അതിൻ്റെ അകത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് മുന്നോട്ട് പോകും. തിരിച്ചറിയൽ പരേഡിലെ വിവരങ്ങൾ ഉൾപ്പെടുത്തി മജിസ്ട്രേറ്റ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. സവാദിനെ കൂടി ഉൾപ്പെടുത്തി കുറ്റപത്രം പുതുക്കി നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനുശേഷം വിചാരണ ഉൾപ്പെടെയുള്ള മറ്റു നടപടികളിലേക്ക് കടക്കും. 24 കൊച്ചി. KSEBയിലെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ പണിമുടക്കി. വാതിൽപ്പടി സേവനം, ബില്ലിംഗ് സേവനങ്ങൾ പൂർണ്ണമായും നിലച്ചു. പേടിഎം, ഗൂഗിൾ പേ, ആമസോൺ പേ തുടങ്ങിയ സംവിധാനങ്ങളും അക്ഷയ ഫ്രണ്ട്സ് എന്നിവ വഴിയുള്ള സേവനങ്ങളുമാണ് തടസ്സപ്പെട്ടത്. തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്ന് KSEB അറിയിച്ചു. KSEBയുടെ ഉപഭോക്തൃ സേവന വെബ്സൈറ്റായ wss.kseb.in എന്ന വെബ്സൈറ്റ് വഴിയും സെക്ഷൻ ഓഫീസ് കൗണ്ടറുകൾ വഴിയും പണമടയ്ക്കുന്നതിന് തടസ്സമില്ല.
എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം വീണ്ടും മുറുകുന്നു. വൈദികർക്ക് തോന്നിയതുപോലെ കുർബാന ചൊല്ലാൻ കഴിയില്ല എന്ന് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. എന്നാൽ ഏകീകൃത കുർബാന കർശനമാക്കിക്കൊണ്ടുള്ള സിനഡ് സർക്കിളിനെതിരെ അൽമായ മുന്നേറ്റം ഇന്നും പ്രതിഷേധിച്ചു. സഭയും ആരാധനാക്രമവും അനുശാസിക്കുന്ന രീതിയിൽ വേണം കുർബാന അർപ്പണമെന്ന കർശന നിർദ്ദേശമാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഇന്ന് നൽകിയത്. ഇതോടെ പ്രതിഷേധം വീണ്ടും കടുത്തു. എറണാകുളം ബിഷപ്പ് ഹൗസിലേക്ക് അൽമായ മുന്നേറ്റത്തിന്റെ പ്രകടനം. ഞങ്ങളെ കരിയൽ പിതാവിന്റെ രക്തമണിഞ്ഞ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ വിലാപമാണ് ഈ തട്ടിൽ പിതാവിന്റെ തലയിലിരിക്കുന്ന കിരീടം. പ്രകടനം സെന്റ് മേരീസ് ബസിലിക്കയ്ക്ക് മുന്നിലെത്തിയതോടെ ഔദ്യോഗിക വിഭാഗവും സംഘടിച്ചെത്തി. നിസ്സാരം 50 പേര് മാത്രമേ ഇവിടെ കൂടേണ്ടി വന്നുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ബസിലിക്ക ഇടവക അതിർത്തിയിൽ ഈ പറയുന്ന സഭാവിരുദ്ധ പ്രവർത്തനം ഒരു വിമത പ്രവർത്തനങ്ങൾക്കും ഒരു സഭാവിരുദ്ധർക്കും ഇവിടെ അനുവദിക്കാനായിട്ട് സാധിച്ചില്ല. സംഘർഷ സാധ്യത കണക്കിലെടുത്ത ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് പോലീസ് പൂട്ടിയിരുന്നു. 24 കൊച്ചി. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ കേസെടുത്ത അസം പോലീസ്. നിയമം ലംഘിച്ച് റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് കാണിച്ചാണ് നടപടി. ക്രമസമാധാനം ലംഘിച്ചാൽ യാത്രയ്ക്കെതിരെ കേസെടുക്കുമെന്ന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് നടപടി. ഭയന്ന് പിന്മാറില്ലെന്നും യാത്ര തുടരുമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. ജോർഹട്ട് പോലീസാണ് ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കെതിരെ കേസെടുത്തത്. നിയമം ലംഘിച്ച് റോഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. സംസ്ഥാനത്ത് യാത്രയുടെ സംഘാടകനായ അസം PCC അധ്യക്ഷൻ ഭുവൻ കുമാർ ബോറയ്ക്കെതിരെയാണ് കേസ്. റൂട്ട് മാറിയതിന്റെ പേരിലാണ് കേസെടുത്തതെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും എന്നാൽ മുൻ നിശ്ചയിച്ച റൂട്ടിലൂടെയാണ് യാത്ര സഞ്ചരിക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഇന്ന് ഗുവാഹത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്രമസമാധാന ലംഘനം നടത്തി നഗരത്തിലൂടെ യാത്ര നടത്തിയാൽ ഗുവാഹത്തി കടന്ന് സിലിഗുഡിയിലെത്തിയാൽ യാത്രക്കാരെ പിടികൂടാൻ ഉത്തരവിടുമെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. രാവിലെ യാത്രയുടെ 5ാം ദിനം അസമിൽ ആരംഭിച്ച രാഹുൽ ഗാന്ധി BJPയും ഹിമന്ത ബിശ്വ ശർമ്മയും അസമിനെ വിഭജിക്കുകയാണെന്നും രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സർക്കാർ അസമിലാണെന്നും വിമർശിച്ചിരുന്നു. അസമിൽ 17 ജില്ലകളിലായി 833 കിലോമീറ്റർ ഭാരത് ജോഡോ ന്യായ് യാത്ര സഞ്ചരിക്കും. 24 ഡൽഹി. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിൽ മോചിതനായതിനു പിന്നാലെ സർക്കാരിനെതിരെ പുതിയ സമരമുറകൾക്കൊരുങ്ങി യൂത്ത് കോൺഗ്രസ്. നവകേരള സദസ്സിനെതിരെ ഓഡിറ്റ് സമരവും സാംസ്കാരിക സമ്മേളനങ്ങളും സംഘടിപ്പിക്കും. ജാമ്യം ലഭിക്കാൻ വ്യാജ മെഡിക്കൽ രേഖ നിർമ്മിച്ചു എന്ന ആരോപണം തെളിയിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചു. സംസ്ഥാന സർക്കാരിനെതിരായ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ജയിൽ നിറയ്ക്കൽ സമരം എന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് തെരുവിലുണ്ടാവുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ഒപ്പം സമരരീതികളിൽ മാറ്റം വരുത്താനും സംഘടന ആലോചിക്കുന്നുണ്ട്. സാംസ്കാരിക പ്രതിപക്ഷം എന്ന ആശയത്തിലാവും യൂത്ത് കോൺഗ്രസിന്റെ പുതിയ സമരമുറ. സാംസ്കാരിക നായകർക്കായി ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. നവകേരള സദസ്സിനെതിരെ ഓഡിറ്റ് സമരം, UDYFന്റെ നേതൃത്വത്തിൽ ഗ്രേറ്റ് മാർച്ച് എന്നിവയും സംഘടിപ്പിക്കും. നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് പണം നേരിട്ടെടുത്ത് അതുകൂടാതെ ഓരോ വകുപ്പുകളുടെ മേധാവികൾ നേരിട്ടിറങ്ങി നിന്ന് പണം പിരിച്ച് നടത്തിയ നവകേരള സദസ്സിൽ എന്ത് നേട്ടമുണ്ടായി, കേരളം എന്ത് നേടി എന്ന ഓഡിറ്റ് സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. പോലീസ് സേനയിലെ ചില ദുഷ്പ്രവണതകൾക്കെതിരായിട്ട് മുൻപ് നടത്തിയതിന് സമാനമായ സമരങ്ങൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുകയാണ്. തെരുവിൽ തന്നെ ഉണ്ടാകും. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ കൊള്ളരുതായ്മകളെ തുറന്നു കാണിക്കുവാൻ വേണ്ടി UDYFന്റെ നേതൃത്വത്തിലുള്ള ഗ്രേറ്റ് മാർച്ചും നമ്മൾ അത്തരം സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കോടതിയിൽ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമെന്ന ആരോപണം തെളിയിക്കാൻ MV ഗോവിന്ദന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പരസ്യ വെല്ലുവിളി. ഞാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയെ, അദ്ദേഹത്തെ ഞാൻ ഓപ്പൺ ചലഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നിശ്ചയിക്കുന്ന ദിവസം തിരുവനന്തപുരത്ത് ഞാനും അദ്ദേഹവും ഒരുമിച്ച് ഞാൻ ചികിത്സയിൽ ഉണ്ടായിരുന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പോകുവാൻ തയ്യാറാണ്. ഞാൻ സ്വീകരിച്ചിട്ടുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ദിവസം അവിടെ അഡ്മിറ്റ് ആയിരുന്നു, ഇനി ഞാൻ അവിടെ കിടന്നിട്ട് തന്നെ ഉണ്ടോ, അതിനകത്ത് സംശയമുണ്ടെങ്കിൽ CCTV ഫൂട്ടേജ് അടക്കം ശ്രീ MV ഗോവിന്ദന് കൊടുക്കുവാൻ ഞാൻ കൂടി ആ ആശുപത്രി അധികൃതരോട് റിക്വസ്റ്റ് ചെയ്യാം. സമരങ്ങൾക്കെതിരെ പോലീസ് നടത്തിയ മർദ്ദനങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യാനും ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ്. കേസുമായി മുന്നോട്ട് നീങ്ങുന്ന എല്ലാ പ്രവർത്തകർക്കും നിയമസഹായവും ഉറപ്പുവരുത്തും. 24 തിരുവനന്തപുരം. മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ പരിഷ്കാരങ്ങളിൽ കടുംവെട്ടുമായി മന്ത്രി KB ഗണേഷ് കുമാർ. സിറ്റി സർക്കുലർ സർവീസുകളിലെ 10 രൂപ ടിക്കറ്റ് നിരക്കിനുൾപ്പെടെ മാറ്റമുണ്ടാകും. പൂർണ്ണമായി ഈ ബസ്സുകളിലേക്ക് പോകാൻ രാജ്യം പോലും സന്നദ്ധമായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു.
ആന്റണി രാജു KSRTCയിൽ നടപ്പിലാക്കിയ ഒട്ടുമിക്ക പദ്ധതികളെയും ഉന്നമിടുന്നതാണ് മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പുതിയ നീക്കങ്ങൾ. ആന്റണി രാജുവും KSRTC മാനേജ്മെന്റും ലാഭകരമെന്ന് അവകാശപ്പെട്ട പദ്ധതിയാണ് ഇലക്ട്രിക് സിറ്റി സർക്കുലർ ബസ് സർവീസ്. എന്നാൽ ഇത് നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. ആർക്കെങ്കിലും ഉപകാരപ്പെടണ്ടേ? 1 കോടിയുടെ ബസ് ഓടുമ്പോൾ ഒരു 10,000 രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം എന്താണ്? നമ്മൾ ആരുടെ പണം, കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ്, ആരുടെ പൈസ ആവട്ടെ, ജനങ്ങളുടെ കാശല്ലേ? ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ് ആണെന്ന ചിന്ത എല്ലാവർക്കും വേണം. മുൻ പരിഷ്കാരങ്ങൾക്കെതിരായ വിമർശനങ്ങൾ മന്ത്രി ഇന്നും തുടർന്നു. ആളില്ലാതെ ഓടുന്ന ബസ്സുകൾ പുനഃക്രമീകരിക്കുമെന്നും സർക്കാരിന്റെ പൈസ പോകുന്ന കാര്യം ചെയ്യില്ലെന്നും മന്ത്രി. ആർക്കും ഒരു ഛേദവുമില്ലാത്ത പണികൾ മന്ത്രിമാരാരും ചെയ്യാൻ പാടില്ല. ഞാൻ ചെയ്യത്തില്ല. വന്ദേ ഭാരതിൽ ടിക്കറ്റ് ഇറക്കി കുറച്ചിട്ടാണ് ആൾ കയറുന്നത്. നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല. ബസ് ജീവനക്കാർക്ക് പഞ്ചായത്തോ റെസിഡൻസ് അസോസിയേഷനോ അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നിടത്ത് മാത്രം സ്റ്റേ ബസ് സംവിധാനം ഒരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. KSRTC ജീവനക്കാരുടെ യൂണിഫോം വീണ്ടും കാക്കിയാക്കി. ഇതിന്റെ വിതരണോദ്ഘാടനം മന്ത്രി നിർവഹിച്ചു. 24 തിരുവനന്തപുരം. മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പുണ്ടായി. തൗബാലിൽ മെയ്തേ വിഭാഗം നടത്തിയ പ്രതിഷേധത്തിനിടെയുണ്ടായ വെടിവെപ്പിൽ 3 BSF ജവാന്മാർക്ക് പരിക്കേറ്റു. പ്രതിഷേധം നിയന്ത്രിക്കാൻ ശ്രമിച്ച സേനയ്ക്ക് നേരെയാണ് അക്രമികൾ വെടിയുതിർത്തത്. മൊറയിലെ വെടിവെപ്പിൽ ചികിത്സയിലായിരുന്ന ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു. മൊറയിൽ 2 സൈനികർ കുക്കി വിഭാഗത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് മെയ്തേ വിഭാഗം ഇന്നലെ രാത്രി തൗബാലിലെ പോലീസ് ആസ്ഥാനത്തിനു നേരെ പ്രതിഷേധവുമായി എത്തിയത്. ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുമെന്ന ഘട്ടമെത്തിയപ്പോൾ BSF പ്രതിഷേധക്കാരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തിയ ആയുധധാരികളായ അക്രമികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തു. വെടിവെപ്പിൽ പരിക്കേറ്റ 3 BSF ജവാന്മാർ ചികിത്സയിൽ കഴിയുകയാണ്. അക്രമികൾക്ക് വേണ്ടിയുള്ള നടപടി സേന ശക്തമാക്കി. മൊറയിലെ വെടിവെപ്പിൽ ചികിത്സയിലിരുന്ന ഒരു സൈനികൻ കൂടി വീരമൃത്യു വരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 2 സൈനികരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഇംഫാലിലേക്ക് എയർലിഫ്റ്റ് ചെയ്തു. ഇന്നലെ പുലർച്ചെയാണ് മൊറയിലെ സൈനിക ക്യാമ്പിൽ ഉറങ്ങിക്കിടന്ന സൈനികർക്കു നേരെ അക്രമികൾ വെടിവയ്പ് നടത്തിയത്. 24 ഡൽഹി. പാണക്കാട് കുടുംബത്തിനെതിരെ അണിയറ നീക്കം നടക്കുന്നുവെന്ന മുസ്ലിം നേതാക്കളുടെ പരാമർശങ്ങൾ തള്ളി പാണക്കാട് മൊയ്ൻ അലി തങ്ങൾ. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഉന്നമിട്ടായിരുന്നു പ്രതികരണം. സമസ്തയിലെ ഒരു വിഭാഗം പാണക്കാട് സാദിഖ് അലി തങ്ങളെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന മുസ്ലിം ലീഗിൽ ചിലർ കരുതുന്നു. പാണക്കാട് കുടുംബത്തിന്റെ ചില്ലയും കൊമ്പും വെട്ടാൻ ആരെയും അനുവദിക്കില്ലെന്ന് MSF പൈതൃകം വേദിയിൽ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പാണക്കാട് കുടുംബത്തിന്റെ സ്വാധീനമുള്ളിടത്തൊക്കെ കുറച്ച നേതൃത്വവും അതുപോലെ തന്നെ കമാൻഡിങ്ങുമായി ഇന്നും നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനോളം ഉയരാൻ നോക്കുക എന്നല്ലാതെ അതിൻ്റെ കൊമ്പും ചില്ലയും മുറിക്കാൻ വേണ്ടി ആരും തന്നെ തയ്യാറാവേണ്ടതില്ല. ആരും ഇവിടെ കൊമ്പും ചില്ലയും വെട്ടാൻ പോകുന്നില്ലെന്ന് പാണക്കാട് മൊയ്ൻ അലി തങ്ങളുടെ മറുപടി. താഴ്ന്നു കൊടുക്കേണ്ട ഇടങ്ങളിൽ താഴ്ന്നു കൊടുക്കാനുള്ള മനസ്സ് നേതാക്കൾ കാണിക്കണമെന്നും മൊയ്ൻ അലി തങ്ങൾ. ഇവിടെ ആരും കൊമ്പിന്റെ ചില്ല വെട്ടാൻ ആരും പോകുന്നില്ല. സൂര്യന്റെ വിഷയം ഇവിടെ ഇല്ല, മേഘങ്ങൾ വരുന്ന വിഷയമൊന്നുമില്ല. അതൊക്കെ ഒരു തോന്നലാണ്. പ്രായം ആകുന്നതിനനുസരിച്ച് നമുക്ക് മംഗലുകൾ ഒരു കാഴ്ചയിൽ. ചന്ദ്രനോളം ഉയരത്തിലുള്ള പാണക്കാട് കുടുംബത്തെ ആർക്കും സ്പർശിക്കാനാവില്ലെന്ന അബ്ദുസമദ് സമദാനിയുടെ പരാമർശത്തിന് ചന്ദ്രനെയും സൂര്യനെയും മറച്ചുപിടിക്കാൻ ആരും ശ്രമിക്കുന്നില്ലെന്നായിരുന്നു മൊയ്ൻ അലി തങ്ങളുടെ മറുപടി. മലപ്പുറം കാടപ്പടിയിലെ സമസ്തയുടെ ആദർശ സമ്മേളനത്തിലാണ് പ്രതികരണം. മുസ്ലിം ലീഗ് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഹൈദരലി ശിഹാബ് തങ്ങളുടെ മകനും യൂത്ത് ലീഗ് ദേശീയ ഉപാധ്യക്ഷനുമാണ് പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ. എന്നാൽ നിലവിലത്തെ വിവാദങ്ങളിൽ പ്രതികരിക്കേണ്ട എന്നാണ് ലീഗിൽ ധാരണ. SKSSF നേതാവ് സത്താർ പന്തല്ലൂരിന്റെ കൈവിട്ട് പരാമർശത്തിലും മുസ്ലിം ലീഗ് നേതാക്കൾ മൗനം പാലിക്കുകയാണ്. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ഇതോടെ വാർത്താമഴ പൂർത്തിയാകുന്നു. നമസ്കാരം.